പത്രോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഈ സിനിമയിലെ ഈ ചീഞ്ഞളിഞ്ഞ പ്രസ്താവനകളും സ്റ്റേറ്റ്മെൻറ്റുകളും വന്നപ്പോഴാണ് ആ വിഷയത്തെക്കുറിച്ച് പറയണമെന്ന് എനിക്കും ഒരു പ്രേരണ കിട്ടി. അതുകൊണ്ടാണ് ഞാനത് നോട്ട് ചെയ്ത് പറയാനിടയായി തീർന്നത്. അപ്പോൾ ദുരുപദേഷ്ടക്കന്മാർ ചെയ്യുന്നത് എന്താ? നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ, അപ്പോൾ അവർക്ക് തന്നെ നാശം വരുത്തുന്നവരാണ്. ആരാ? കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും. അവർക്ക് തന്നെ നാശം അവർ വരുത്തുന്നവരാണ്. അവർക്ക് നാശം വരുത്തുന്നു, അവരുടെ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്കും നാശം വരുത്തുന്നു. ഇത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലൊന്നും ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ വർധനവിനും ആത്മീയ നിറവിനും അല്ലാത്തതൊന്നും അവർ പറഞ്ഞില്ല. ഇന്നത്തെ അപ്പോസ്തലന്മാർ പറയുന്നത് എന്താ? ഒരു അപ്പോസ്തലൻ്റെ മോൻ പറയുന്നത് കേട്ടു, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കോടികൾ വരാൻ പോവാൻ. ഒരു വള്ളിക്കൽസ് തൊട്ടുകൊണ്ട് അവൻ പറയുക, പ്രവചിക്കുക. അവനെ എല്ലാവരും കൂടി തോലുരിച്ച് അവസാനം അവൻ എന്ത് ചെയ്തു? ക്ഷമയാചനം ചെയ്തെന്നാ പറയണേ. ഞാൻ കേട്ടില്ല. കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ബാങ്കിൽ കോടികൾ വരുന്നതാണോ പ്രസംഗം? കടം മാറുന്നതാണോ പ്രസംഗം? കഷ്ടത മാറുന്നതാണോ പ്രസംഗം? കഷ്ടത ദൈവമക്കൾക്കുള്ളതല്ലേ? അപ്രതീക്ഷിതമായ ധനം വന്ന് മൂടുന്നതാണോ പ്രസംഗം? ഭൗതിക അനുഗ്രഹം ദൈവാനുഗ്രഹമാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ, പത്രോസ് പ്രസംഗിച്ച ആ കൂട്ടത്തിൽ അവർ പെടും. ആരാ? കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരുമായിട്ട്. ഭൗതിക അനുഗ്രഹം ആരെങ്കിലും പ്രസംഗിച്ചാൽ, ഇവിടെ എറണാകുളത്ത് കിടക്കുന്ന കുറേ പാസ്റ്റർമാരുണ്ട്, ഞാൻ പേരെടുത്ത് പറഞ്ഞവരെ അവഹേളിക്കുന്നില്ല. ഇവരുടെ വാ തുറന്ന ഭൗതികമേ വരുള്ളൂ. എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ, പ്രസംഗിച്ച് ഓരോരുത്തർക്ക് 10-15 കോടി രൂപ. ഇതെല്ലാം കൊണ്ട് ഇവർ നരകത്തിൽ പോകുമെന്ന് ഞങ്ങളും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്താ കുഴപ്പം? കാരണം കാശും കൊണ്ട് വന്ന ഒരുത്തന്നെ നിത്യജീവൻ കർത്താവ് കൊടുത്തില്ലല്ലോ. വിറ്റ് തരത്തിൽ കൊടുക്കാനല്ലേ പറഞ്ഞ്. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്ന ഒട്ടകം സൂചിക്കൂടിൽ കിടക്കുമെന്നല്ലേ പറഞ്ഞേ. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കാൻ പ്രയാസമെന്നല്ലേ പറഞ്ഞത്. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിന് പ്രയാസമില്ല. സമ്പത്തിനെ വലുതായി കാണാതെ അത് ദൈവഹിതപ്രകാരം വിനിയോഗിച്ചു. അതാരാ ഉള്ളത്? കിട്ടുന്നവൻ അവനവൻ്റെ അച്ഛൻ്റെ പേരിലും മക്കളുടെ പേരിലും കൂട്ടി ഇടുകയല്ലേ ചെയ്യുന്നത്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിലെ. വിദേശത്ത് പോയി പണമുണ്ടാക്കി സ്വരൂപിക്കുന്ന എത്രയോ പാസ്റ്റർമാരെ എനിക്കറിയാം. അങ്ങനെ ചെയ്യാത്തവരുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ ദൈവവചനത്തിന് വിരുദ്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതിവിടെ പത്രോസ് പറയുക, വിലയ്ക്ക് വാങ്ങുന്ന തള്ളിപ്പുറം തങ്ങൾക്ക് തന്നെ ശീഘ്ര. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. ഈ ചെയ്യുന്ന ദുഷ്കാമ പ്രവൃത്തി പലരും നല്ല ഉപദേശം പറയുന്നവർ പോലും ശരിയായ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്നില്ലെങ്കിൽ പയ്യെ സ്ലിപ്പായി ഈ ട്രാക്കിലേക്ക് അവർ വീഴും. അങ്ങനെ ഒത്തിരി പേര് വീണിട്ടുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ ഇപ്പോൾ ഭൗതികം പ്രസംഗിച്ച് കിടക്കുക. ഊതിയിട്ടാലും ഉന്തിയിട്ടാലും കുരപ്പിച്ചാലും ചിരിപ്പിച്ചാലും ഛർദ്ദിപ്പിച്ചാലും ഒരു കുഴപ്പമില്ല, ചക്രം കിട്ടിയാൽ മതി. സഹോദരന്മാരെ, അപകട മേഖലയിലൂടെ നമ്മൾ പോവുകയാണെന്ന് മനസ്സിലായിക്കൊള്ളണം. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാണ്. സഭയെ വിറ്റ് തിന്നുവെന്ന്. കന്നുകാലിയെ, കോഴിയെ, കാറ്, വീട് വിൽക്കുന്ന പോലെ സഭയെ വിൽക്കും. ഉണ്ടായോ? അങ്ങനെയുള്ളവരുണ്ടോ? എനിക്കറിയാം. ഒരു പാസ്റ്റർ പല പാസ്റ്റർമാരുണ്ട്. സഭകളെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും സംഘടനയോട് ചോദിക്കും, ഇത്ര വിശ്വാസികളുണ്ട്, ഇത്ര ഇതുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, എത്ര രൂപ വേണം പാസ്റ്റർ? ഒരു 50,000 രൂപ ഞങ്ങൾ തന്നേക്കാം. ഒരു ചെറിയ ഹോളും പിന്നെ ഒരു 10-15 ഗുണം പിടിക്കാത്ത വിശ്വാസികൾ ഇവരെ പോലെ. ഇറ്റ് കാശ് 50,000 രൂപ 60,000 രൂപ പറഞ്ഞ് ഇറ്റ് കാശ് പിടിക്കുക. ഇവിടെ പത്രോസ് എഴുതി വയ്ക്കുകയാണ്. വാണിഭമാക്കും, കച്ചവടച്ചരക്കാക്കും സഭയെ. PJ ദാനിയേൽ അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങളുടെ ചർച്ചിൻ്റെ ഏറ്റവും പ്രസിഡൻ്റാണ്. പേര് പറഞ്ഞു ക്ഷമിക്കണം. പക്ഷെ PJ ദാനിയേൽ, എൻ്റെ മരുമോൻ മാണി,
ദുർനടപ്പിൻ്റെ മൂർത്തിഭാവങ്ങളായിരുന്നു ഇവരൊക്കെ. ഹല്ലേലൂയ. തലമുറകളെപ്പോലും ദൈവം ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ കിടന്നവരാ. പാപം ചെയ്ത് പാപത്തിൻ്റെ കുത്തൊഴുക്കായിരുന്നു അവരുടെ ജീവിതങ്ങൾ. മനസ്സിലാക്കുക സഹോദരങ്ങളെ. ഞാൻ എന്തിനിത് പറയുന്നു? പത്രോസ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നല്ലേ, ഞാൻ പറയത്തില്ല. അവിടെ ദുഷ്കാമപ്രവൃത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൻ കൗശലവാക്ക് പറഞ്ഞ്, ദ്രവ്യാഗ്രഹത്തിൻ കൗശലവാക്ക്. 500 പേരുള്ള സഭയിൽ പാസ്റ്ററിൻ്റെ പ്രസ്താവന 500ൻ്റെ നോട്ടേ ഇടാവുള്ളൂ കേട്ടോ. ഈ പാവം പിടിച്ചവൻ ഒരാഴ്ചയായി മീൻ പിടുത്തമില്ല. പുള്ളി അങ്ങനെ 500 നോട്ടിടും. പുള്ളി പറയുന്ന പാസ്റ്റർ 5 പൈസ എൻ്റെ കയ്യിൽ ഇടാനില്ല. വേണ്ടെന്ന് ഇല്ലാതെ എവിടെ നിന്ന് ഉണ്ടാക്കിയിടും? എവിടെന്നെങ്കിലും വരുത്തി മന്ത്രം ചെയ്ത് വരുത്തിയെടുക്കണം. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അപ്പം 500ൻ്റെ നോട്ടിട്ട് വേണം എന്ത് ചെയ്യണം? സ്വത്രം സഭായത്തിലിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക, ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. വാണിഭം എന്ന് പറഞ്ഞാൽ എന്താ? വിൽക്കുക, വിറ്റ് പുട്ടടിക്കുക. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക. അവരെക്കുറിച്ച് പത്രോസ് പറയുന്നു, അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരും. അവർക്ക് സമ്മാനം ഉണ്ടെന്നാണ് പറയുന്നത്. പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം കണ്ടോ? അവർക്ക് നാശമുണ്ട്. ആ നാശം ഉറങ്ങുന്നില്ല. ദൈവമക്കൾ ഈ തെറ്റൊക്കെ ചെയ്ത് പാപമൊക്കെ ചെയ്ത് അന്യതാ ഉപദേശം പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കുന്ന ചതിയന്മാർക്ക് അവരുടെ നാശം ഉറങ്ങുന്നില്ല, ഉണർന്നിരിക്കുക. ഇവരെ ജീവൻ എപ്പോൾ പോകുന്നു അന്ന് കഴുത്തിന് കുത്തിയെടുത്ത് ദൂതം കൊണ്ടുവന്ന് യാതനാ സ്ഥലത്ത് തള്ളിക്കളയും. അങ്ങനെ അവർ ആ നാശത്തിലേക്ക് വഴി വീഴാൻ. ഞാനല്ല പത്രോസ് പറയുന്നത്, ഞാൻ എൻ്റെ ഭാഷകളോട് പ്രയോഗിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരാരും ഈ ചതിയിലും വഞ്ചനയിലും പോയി വീഴരുത്. അപ്പോസ്തലന്മാർ പറഞ്ഞ വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ഉപദേശത്തെ വിട്ട് നമ്മൾ ആരും പോകരുത്. പോയാൽ എന്ത് പറ്റും? ഈ കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടക്കന്മാരുടെയും അവർക്ക് കിട്ടുന്ന നാശത്തിൻ്റെ ഓഹരി, അതിൻ്റെ പാർട്ണർഷിപ്പ് നിനക്ക് കൂടി കിട്ടും. അവർക്ക് ദൈവം ന്യായം വിധിക്കുമ്പോൾ അവരുടെ ഉപദേശം കേട്ട് പോകുന്നവർ എന്ത് ചെയ്യും? ദൈവം ന്യായം വിധിക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണത്. അതുകൊണ്ടാണ് ഞാനിത് ഈ നിലയിൽ പ്രസ്താവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇനി 4-ാം വാക്യത്തിലേക്ക് വരാം. ഞാൻ ഒത്തിരി അവിടെ നിൽക്കുന്നില്ല, നമുക്ക് ഒത്തിരി അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധത മനസ്സിൻ്റെ ചങ്ങലയ്ക്കിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും, പാപം ചെയ്ത ദൂതന്മാരെ അന്ധത മനസ്സിൻ്റെ ചങ്ങലയ്ക്കിട്ട്, ഇത് ഏത് വിഷയത്തെക്കുറിച്ച് പറയാമെന്നറിയോ? ദൂതന്മാർ 1000 ആണ്ട് വാഴ്ചയിൽ അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി അത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ട് ചങ്ങലയ്ക്കിട്ട് 1000 ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും ചെയ്തു. സാത്താനെ തള്ളിയിട്ടു. എവിടെ? അഗാധകൂപത്തിൽ. എന്തിനു വേണ്ടി? 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ഹർമഗദോൻ യുദ്ധമുണ്ട്. ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സാത്താനെ തുറന്നുവിടും. അവനെ ദൈവം ശിക്ഷിച്ച് കള്ളപ്രവാചകനും മൃഗവും അതും കിടക്കുന്ന അവരെ ആദ്യം അതിനു മുമ്പ് തള്ളിയിടും. ആ നരകത്തിലേക്ക് സാത്താനെയും കൂട്ടരെയും എന്ത് ചെയ്യും? ദൈവം തള്ളിക്കളി. അതുവരെയും സാത്താനുണ്ട്. സാത്താനെ എരിക്കാനും പൊരിക്കാനും വറുക്കാനൊന്നും ആരും പോകണ്ട. സാത്താനെ എരിച്ചു കളയുന്നു, പൊരിച്ചു കളയുന്നു, ചുട്ടു തിന്നുന്നു എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല എന്തൊക്കെ ഈ പിള്ളേർ പറഞ്ഞു വെക്കുന്നത്. നാളൊരുത്തൻ പറയുന്നുണ്ട്, ഞാൻ എരിച്ചു കളയുന്നു, ഞാൻ ചുട്ടു കളയുന്നു. 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ദൈവം ഈ സാത്താനെയും ഭൂതസംഘത്തെയും അഗാധ കൂപത്തിലേക്ക് തള്ളിക്കളി. അപ്പോൾ സാത്താനില്ല. 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയിൽ ആരില്ല? സാത്താനില്ല. അതുകൊണ്ട് ഭൂമിയിൽ എന്തില്ല? യാതൊരു അതിക്രമങ്ങളും ഇല്ല. മനസ്സിലാക്കണം നമ്മൾ. ഈ 1000 ആണ്ട് വാഴ്ച സ്വത്രം ഈ ഭൂമിയിൽ നടക്കുമ്പോൾ പിശാചിനെ എന്ത് ചെയ്യുന്നു? ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ സ്വത്രം
ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ, വായിക്കാം 3-ാം വാക്യം 20-3. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്യുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയിൽ എന്തില്ല? സാത്താൻ്റെ യാതൊരു പ്രവൃത്തികളും ഇല്ല. ഇപ്പോൾ എന്തുണ്ട്? മനസ്സിലായല്ലോ? ഇത് മനസ്സിലാകാത്ത വിശ്വാസികളെ ഇന്ന് കൂടുതൽ. ഇന്ന് സാത്താൻ്റെ പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുഴുവൻ. ആത്മീയരെന്ന് പറയുന്ന നല്ലൊരു ശതമാനം സാത്താൻ്റെ ഭൂമിയിൽ കിടക്കുക. യെശുക്രിസ്തുവിൻ്റെ പടയാളികളും അവരുടെ പ്രവർത്തനങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവവചന വ്യവസ്ഥ വിട്ടുപോകുമ്പോൾ സാത്താൻ പിടിമുറുക്കും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നിനക്കത് സംഭവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ആരായി മാറി? ഒരു സെക്കൻഡിൽ സാത്താനെ എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പം അതുകൊണ്ട് ദൈവവചന വ്യവസ്ഥ തെറ്റിക്കുമ്പോൾ സാത്താൻ്റെ പിടി ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമെന്ന് നമ്മൾ മറന്നു പോകുന്നു. ഇവിടെ 1000 ആണ്ട് വാഴ്ചയിൽ 1000 ആണ്ട് വാഴ്ച കഴിയുന്നതുവരെ ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ സാത്താനെ അഗാധ കൂപത്തിൽ ഒരു ദൂതൻ മുഖാന്തരം ബന്ധിച്ചിടുന്നു. പാസ്റ്റർമാർ മുഖാന്തരം, പാസ്റ്റർമാർക്ക് ഒരു വ്യക്തിയിൽ സാത്താൻ്റെ പോരാട്ടം ഉണ്ടെങ്കിൽ ശാസിച്ചകറ്റാനുള്ള ആ വ്യവസ്ഥ മാത്രമേ ദൈവവചനം നമുക്ക് തരുന്നുള്ളൂ. അതിനെ എരിക്കാനും പൊരിക്കാനും ഒന്നും പറ്റത്തില്ല. സുരേഷ് ബാബു പണ്ട് എരിച്ച കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളൊക്കെ ചെവി കൊണ്ട് കേട്ടതാ. എരിച്ചു കളയുന്നു. അവസാനം ഇപ്പോൾ 2-ാം പെണ്ണും കിട്ടി പ്രമാണമൊക്കെ ലംഘിച്ച് വ്യവസ്ഥ വിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ തുറന്നു പറയാൻ അതിനും ഒരു മടിയില്ല. ഒന്ന് ജീവിച്ചിരിക്കെ തന്നെ 2ാമത്തേനെ പോയി കെട്ടി ക്രിസ്ത്യ ജീവിതം തകർന്ന് തരിപ്പണമായി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പാസ്റ്റർമാരുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. ഞാനതിന് പറയുന്നത്, ദൈവവചന വ്യവസ്ഥ വിട്ടൊരു വാക്കും ആരും പറയരുത്. പിശാച് നിന്നെ എടുത്ത് 6 അടിക്കും. മനസ്സിലായോ? കഷ്ടത വേണ്ടെന്ന് പഠിപ്പിച്ച ഒരു സഹോദരനാണ് അദ്ദേഹം. കഷ്ടയുടെ മർമ്മം അവനറിയാമോ? പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യ ശരീരത്തിൽ വന്ന് അനുസരണം പഠിച്ച് തികയുവാൻ കഷ്ടത അനിവാര്യമായിരുന്നെങ്കിൽ മനുഷ്യരാകുന്ന നമ്മൾക്കും കഷ്ടത അനുസരണം പഠിച്ച് തികയുവാൻ ദൈവം വച്ചിരിക്കുക. അത് വേണ്ടെന്ന് പറയുമ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രസംഗമാണ്. പിന്നെ അവനെ അടിച്ചുകൊണ്ട് പോകും, സാത്താൻ അടിച്ചുകൊണ്ട് പോകും. പറഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല. അപ്പം നിങ്ങളെന്നോട് ചോദിക്കും, പാസ്റ്റർ ഭയങ്കര പ്രസംഗമല്ലേ പുള്ളി നടത്തുന്നത്? പ്രസംഗം ഇപ്പോൾ ആർക്കാ പ്രസംഗിക്കാൻ പറ്റാത്തത്? ബൈബിൾ കോളേജിൽ 3 വർഷം പോയി CTH, MTH, BTH എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് പ്രസംഗിക്കുക. ഒരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ പഠിച്ചവരാ. പഠിച്ചുകൊണ്ട് പ്രസംഗിക്കുകയല്ല. പഠിച്ച് പ്രസംഗിക്കുന്നതും ദൈവവചനം പ്രസംഗിക്കുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ്. ദൈവമാക്കി വെച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയങ്ങളെ കാണാനിടയായിത്തീരണം. സ്തോത്രം. ഇവിടെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെ ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തെ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടി പാലിക്കുകയും. അപ്പോൾ ദൈവവ്യവസ്ഥ വിട്ടു പോകുന്നവരെ എന്ത് ചെയ്യും? ചങ്ങലക്കിട്ട്, സാത്താനെ ചങ്ങലക്കിട്ട് ബന്ധിച്ചതുപോലെ സാത്താൻ്റെ കയ്യിലോട്ട് അവരെ ഏൽപ്പിച്ചു കൊടുക്കും ദൈവം. അവരവൻ്റെ കയ്യിലായിരിക്കും പിന്നെ. എന്നാൽ അതേ ഭാഗത്ത് തന്നെ പറഞ്ഞു, നീതിപ്രസംഗിയായ നോഹ അല്ലേ, നീതിപ്രസംഗിയായ നോഹയെ, നീതിയോടെ ദൈവവചനം പ്രസംഗിക്കുന്നവരെന്ത് ചെയ്യും? ദൈവം പാലിച്ചു. 7 പേരോടുകൂടി പാലിക്കുകയും സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവരുടെ ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അനീതി ചെയ്തവരെ സാത്താൻ്റെ കയ്യിലേൽപ്പിക്കുന്നു, നീതി പ്രസംഗിച്ച് നടന്നവരെ ദൈവം സൂക്ഷിക്കുന്നു. ഒരു പഠനമാട്ടോ ഇത്. നമ്മളിത് പഠിച്ചെടുക്കണം. അതിനകത്തിലൂടെ പത്രോസ് പഠിപ്പിക്കുക. ഇത് പത്രോസ് പഠിപ്പിക്കുന്നത് ഞാൻ എടുത്തു പറയുക, അല്ല എനിക്കെന്തോ പഠിപ്പിക്കാൻ റൈറ്റ്? ഒരു പാസ്റ്ററിനും ദൈവവചനം പഠിപ്പിക്കാൻ ദൈവം ആക്കി വെച്ചിട്ടില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച ഉപദേശം എടുത്ത് പറയാൻ മാത്രമേ റൈറ്റുള്ളൂ.
അവരവരുടെ ഉപദേശം പറഞ്ഞാൽ അതാ ഇന്ന് ദുരുപദേശം കുമിള് പോലെ മുളച്ചു വന്നതിൻ്റെ കാര്യം. നമുക്ക് പത്രോസ് പറയുന്നുണ്ട്, ഒരുവൻ വചനം സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ. പ്രസംഗം ദൈവത്തിൻ്റെ അരുളപ്പാടായിരിക്കണം. നമുക്ക് വായി തോന്നുന്നതാകരുത്. ഒരു വാക്യം വായിച്ചിട്ട് വല്ലതുമൊക്കെ പറയുകയല്ല വചനം. നല്ലപോലെ വെറുതെ ഓട്ടം തികച്ചും വിശ്വാസം കാത്തു വന്ന് ഒരു ഉപദേശി എടുത്ത് പ്രസംഗിച്ചിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുക ഇദ്ദേഹം പ്രസംഗിക്കുന്ന ആ കേട്ട് പഠിക്കാൻ. എവിടെ? ഈ പ്രസംഗത്തിൻ്റെ ഉള്ളിലോട്ട് പുള്ളി കയറാതെ ബോർഡറിലോട് കയറി 1.5 മണിക്കൂർ പ്രസംഗം അവസാനിച്ച് പോയ കഥ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ലപോലെ വെറുതെ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ഒന്ന് ആ വചനത്തിൽ നിന്ന് എന്തോരം കാര്യങ്ങളാണ് പഠിച്ചെടുക്കാനുള്ളത്. അതൊന്നും പറയാതെ കുറേ ചപ്പും ചവറും കുറേ ഗാർബേജൊക്കെ വലിച്ചു കൂട്ടി പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചു പോയി. അതൊക്കെ ദുരുപദേശങ്ങളാണ്, കള്ളപ്രവാചകന്മാരാണ്, ദുരുപദേഷ്ടകന്മാരാണ് എന്ന് നമ്മൾ പഠിക്കണം. ഇവിടെ പത്രോസ് പഠിപ്പിക്കുന്ന പഠനം വളരെ ശ്രദ്ധേയമാണ്. സ്തോത്രം. കാരണം എന്താ? പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധത മനസ്സിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാനേൽപ്പിക്കുകയും പുരാതന ലോകത്തെ ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടി പരിപാലിക്കുക. അപ്പം നീതിമാന്മാർ എത്ര പേരുണ്ട് ദൈവം രക്ഷിക്കും? 5, 6, 7 പേരുള്ളെങ്കിൽ അവരെ രക്ഷിക്കും. വലിയ ക്വാണ്ടിറ്റിയൊന്നും വേണ്ട. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നീതിമാന്മാർ 2 പേരെ ഉണ്ടായുള്ളൂ അവസാനം. യോശുവയും അവരെ രക്ഷിച്ചു. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു? 25-30 ലക്ഷം. ഇതൊക്കെ വലിയ പഠനങ്ങളാണ്. എല്ലാം പോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 7 പേരോടുകൂടി പരിപാലിക്കുകയും സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക്, മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർ ആരാ? ഈ ഭക്തികെട്ട് നടക്കുന്നവരെ കള്ളപ്രവാചകന്മാരും ദുർദൃഷ്ടന്മാരുടെ ഉപദേശം കേട്ട് നടക്കുന്നവർ, ഭക്തി കേട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചു. ദൃഷ്ടാന്തം. ഓ, ഭയങ്കര പ്രയോഗങ്ങളാണ് പത്രോസിൻ്റെ. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തികൾ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സ് നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധിച്ച് പഠിക്കണേ. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരുന്നപ്പോൾ ആരായി അധർമ്മികൾ? നോഹയുടെ കാലത്ത് പാപം ചെയ്തുകൊണ്ടിരുന്ന ജനം. നോഹ നീതിമാനായിട്ട് നോഹയെ രക്ഷിച്ചു, 7 പേരോടുകൂടി രക്ഷിച്ചു. എന്നാൽ ആ നോഹയുടെ ഇടയിൽ വസിച്ചിരുന്ന ലോത്തും ഭാര്യയുടെ ചരിത്രം അവിടെ പറയുന്നത്. സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ, റിമെമ്പർ ലോട്ട്സ് വൈഫ്. ലോത്തിനെ സൂക്ഷിക്കാനായിട്ട് ആര് പറഞ്ഞു? പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു. നീതിമാനായ വലഞ്ഞുപോയ ലോത്ത് വലഞ്ഞുപോയി. ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി ഭവിച്ചു. പുതിയ നിയമ വിശ്വാസിക്ക് ഈ 2 വ്യക്തികളും ചോദിച്ചില്ല. നമ്മളും പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ വലഞ്ഞു പോകും. ഈ ഉപ്പുതൂണായി ഭവിച്ചെന്ന് പറഞ്ഞാൽ ഡെഡായിപ്പോയി, മരിച്ചുപോയി, ഒരു ബിംബം പോലെ ആയിപ്പോയി. ഇന്ന് അനേകരും ആത്മീയമായി ചത്തുകിടക്കുക, ആത്മീയമായി വലഞ്ഞു കിടക്കുക. ഭക്തന്മാർ അനേകർ വലഞ്ഞു കിടക്കുക, അനേകർ ആത്മീയമായി ചത്തു കിടക്കുക. ഞാനത് മനസ്സിലാക്കി കണ്ടുകൊണ്ട് തന്നെ പറയും. നമ്മൾ ആരും ഈ കൂട്ടത്തിലുള്ളവരാകരുത്. വളരെ ഗൗരവത്തോടെ ഈ വചനങ്ങളെ കേട്ട് അനുസരിച്ച് നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് മുൻപാറി പോകണമെന്ന് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. ഈ ലോത്തിൻ്റെ പണി എന്തായിരുന്നു പറഞ്ഞേ? ലോത്തിൻ്റെ പണി എന്തായിരുന്നു? നീരോട്ടമുള്ള എല്ലാ സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്തു? കുറ്റിയടിച്ച് പേര് ഇന്നത്തെ ചില വാർത്തന്മാരെ പോലെ നീരോട്ടം മുഴുവൻ പിടിച്ചെടുക്കുക, എന്നിട്ട് അത് അവകാശമാക്കുക. സുവിശേഷ വേല ചെയ്ത് ഒരു പൈസ സമ്പാദിക്കാൻ വ്യവസ്ഥയില്ല, ഒരൊറ്റ പൈസ. എത്ര സമ്പാദിച്ചാലും അത് വേലയ്ക്ക് വേണ്ടി കൊടുത്തു, അല്ലെങ്കിൽ സാധുക്കൾ കൊടുത്തു. മനസ്സിലായോ?
വേല ചെയ്ത് കാശുണ്ടാക്കാൻ പ്രമാണമില്ല. വേല വേല എന്ന് ചൊല്ലി വേലയില്ല സ്ഥലം പോലെ നാലുപാടും തുറന്നുള്ള ജാലസുവിശേഷകരെ കൊണ്ടുവാ കൊണ്ടുവാ നീ, പാപികളെ കൊണ്ടുവാ. മഹാകവി സൈമൺ സാറ് പാടിയ വേല വേല എന്ന് ചൊല്ലി വേലയില്ല സ്ഥലം പോലെ നാലുപാടും തുറന്നുള്ള ജാലസുവിശേഷകന്മാർ, വ്യാജ സുവിശേഷകന്മാർ കുമിള് പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക. സൂക്ഷിക്കുക ദൈവസഭയെ, സൂക്ഷിക്കുക ദൈവമക്കളെ, ഇല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അപകടം പതിയിരിപ്പുണ്ട്. ഒരു ദുരുപദേശം തന്നെ വചനത്തിൽ ഉറയ്ക്കാത്ത ഒരു ഭക്തൻ 4 പ്രാവശ്യം കേട്ട അവൻ്റെ ഇടപാട് തീർന്നതോടെ, മനസ്സിലായി? 4 പ്രാവശ്യം കേട്ട തീർന്നു. പിന്നെ പറയുന്നത് എന്താ? എൻ്റെ ഭാര്യയും മക്കളും ഇല്ലാത്ത സ്വർഗരാജ്യം എനിക്ക് വേണ്ടെന്ന് പറയും. മനസ്സിലായി? കാരണം അത് പറ്റി ഉപദേശത്തിൽ നിൽക്കുന്നില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവുമുണ്ട്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവന് പിതാവില്ല, പുത്രനുമില്ല. ഉപദേശത്തിൽ നിൽക്കുന്നവന് പുത്രനുമുണ്ട്, പിതാവും. എന്താ ഇത് മനസ്സിലാക്കാത്തത്? യോഹന്നാൻ പറഞ്ഞ എത്രയോ മഹത്തരമായൊരു വചനമാണ്. അതുകൊണ്ട് പാപം ചെയ്ത കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാർക്കും ഒരു ന്യായവിധി ഇവിടെ പത്രോസ് പറഞ്ഞു വയ്ക്കുന്നു. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധത മനസ്സിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാനേൽപ്പിക്കുകയും പുരാതന ലോകത്തെ ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തി അവരെ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ആ നശിപ്പിക്കുമ്പോൾ ആരെ രക്ഷിച്ചു? നീതിപ്രസംഗിയായ നോഹ. നോഹയ്ക്ക് നീതിപ്രസംഗി എന്ന് പേര് കിട്ടാൻ എന്താ കാര്യം? ഇത് പഠിച്ച് വരേണ്ട കാര്യങ്ങളാണ്. ദൈവം നോഹയോട് പറഞ്ഞു, ഈ ജനം പാപം ചെയ്തു, ഞാൻ അവരെ വെള്ളം കൊണ്ട് നശിപ്പിക്കാൻ പോകും. നീ ഒരു പെട്ടകം, അതിൻ്റെ മരം, അതിൻ്റെ മെഷർമെൻറ്റ്, അതിൻ്റെ അളവ്, അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ വെയിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു പാസ് പ്രസംഗിച്ചാൽ വളരെ മനോഹരമായിരിക്കും. എത്ര പൊക്കം വേണം, എത്ര വണ്ണം വേണം ഒക്കെ കൊടുത്തിട്ടുണ്ട്. നീളം വീതി എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ മെഷർമെൻറ്റ് പറയും, ഏത് മരം കൊണ്ട് പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദൈവം ഒരു കാര്യം പറയുമ്പോൾ ചുമ്മാ ചാടിക്കയറി പറയുകയല്ലേ, എല്ലാം കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. മനുഷ്യൻ ചെയ്യുന്ന പോലെയല്ല. മനുഷ്യൻ ചെയ്യുന്നതൊക്കെ ഇടിച്ചു പൊളിഞ്ഞ് തറയിൽ പോകുന്നതിൻ്റെ കാര്യം എന്താ? വ്യവസ്ഥ തെറ്റിച്ച് പോകുന്നുണ്ടാ. അപ്പോൾ നീതിപ്രസംഗി എന്ന് പറയാനുള്ള കാര്യം, ഈ ലോകം പാപത്തിൽ മുഴുകിയിരിക്കുന്നു, ഞാൻ ഈ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നു. നീ ഗോഫേർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക, അകത്ത് കീലും തയ്ക്കുക, പുറത്തും കീൽ തയ്ക്കുക, ഇത്ര മുറികൾ ഉണ്ടാക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, മൃഗങ്ങൾ ഈരണ്ട്, നീ നിൻ്റെ ഭാര്യ മക്കളും മരുമക്കളെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറി രക്ഷപ്പെടാനായിട്ട് ദൈവം പറഞ്ഞു. അതങ്ങനെ തന്നെ അവൻ ചെയ്തു. അതുകൊണ്ടാണ് അവൻ നീതിപ്രസംഗി എന്ന് പറയുന്നത്. ദൈവം പറയുന്നത് അനുസരിക്കുന്നവരെയാണ് നീതിമാന്മാർ. ഞാനിവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാതെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുന്നുള്ള വചനം അനുസരിക്കുന്നവരാണ് നീതിമാന്മാർ. അല്ലാത്തവരൊക്കെ നീതികെട്ടവരാ. അവർക്ക് ദൈവം മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന് ഞാൻ ഇക്കൂട്ടത്തിൽ ഒന്ന് പറയുകയാണ്. സ്തോത്രം. മേലാൽ ഭക്തികെട്ട് നടക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചു. ഭക്തികെട്ട് നടക്കുന്ന മനുഷ്യരാരാ? 2 പത്രോസ് 2 ആരാ? കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും. അപ്പോൾ അവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചു. അധർമ്മയിടയിൽ വസിച്ചിരുന്നപ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും. അപ്പം നാൾതോറും ഈ നോഹയുടെ കാലത്തിലുള്ള ജനം ചെയ്തുകൊണ്ടിരുന്നത് എന്താ? അധർമ്മം, പാപം, അനീതി. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ്, വ്യവസ്ഥയാണ്. അതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. ഏത് മഹാനാണെങ്കിലും ശരി, പാപം ചെയ്താൽ ആ പാപത്തിന് എന്തുണ്ട്? പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. റോമർ 6:23. പാപം ചെയ്യുന്നതിന് ശിക്ഷയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടിക്കിട്ടും. മനസ്സിലാക്കിക്കൊള്ളണം. പാപം ചെയ്യുമ്പോൾ വിചാരിക്കും കണ്ടില്ല എന്ന് വിചാരിക്കും. ഇന്നിപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് ഈ കേരളം മുഴുവൻ ക്യാമറ കൊണ്ടങ്ങ് നിറയും. കൊച്ചിയിലാണ് തുടങ്ങിയേക്കുന്നത്, വേറെ പല പട്ടണങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തുറന്നെടുത്തും പിടിച്ചെടുത്തൊക്കെ ക്യാമറ. ഇന്നലെ ഒരുത്തൻ ഒരു ബസ്സിൻ്റെ ഉള്ളിലിട്ട് ഒരു കണ്ടക്ടറെ കുത്തിക്കൊന്നു. കൊന്നിട്ട് ഇറങ്ങി ഓടിയത് ക്യാമറ ഒപ്പിയെടുത്തു, അവനെ പൊക്കി.
അപ്പം നമ്മുടെ നാട്ടിൽ മുഴുവൻ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഏദൻ തോട്ടത്തിൽ ക്യാമറ ഉണ്ടായിരുന്നു. ആദാം ഹവ്വയും അരുതെന്ന് പറഞ്ഞത് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ക്യാമറ ഒപ്പിയെടുത്ത് അവരെ അടിച്ച് പുറത്താക്കി. അങ്ങനെയെങ്കിൽ യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ജീവിത രീതികളെയും ദൈവത്തിൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണിൻ്റെ മുൻപിൽ മറഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് ഭക്തന്മാരെ, പെന്തക്കോ സമൂഹമേ, നമ്മൾ മറന്നു പോകരുത്. പലരുടെയും പ്രവൃത്തി കണ്ട കർത്താവ് ഇതൊന്നും കണ്ടില്ല, കർത്താവ് ഇതൊന്നും അറിഞ്ഞില്ല, ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്തത്, ഞാൻ പോയത്, ഞാൻ വന്നത്. നോ, കർത്താവ് നിന്നെ കണ്ടു. നിനക്ക് എന്ത് ചെയ്യുക? പാഴ്സൽ കണക്കിന് അടി കിട്ടും ആ സമയത്ത്. അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മുടെ ജീവിതം സൂക്ഷിക്കും. ഇവിടെ ഇതാ പാപം ചെയ്ത കള്ളപ്രവാചകന്മാരെയും ദുർവേഷകന്മാർക്കും വരുന്ന ശിക്ഷാവിധി, അനുസരിക്കാത്ത സാത്താൻ്റെ ദൂതന്മാർക്ക് വന്ന ശിക്ഷാവിധിയൊക്കെ എടുത്ത് ഗുണപാഠങ്ങളായിട്ട് അപ്പോസ്തലൻ പഠിപ്പിക്കാതെ വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്, ഉപ്പുതോണായി പോയ ലോത്തിൻ്റെ ഭാര്യ, വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടിവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. വളരെ ശ്രദ്ധിച്ചു പഠിക്കണം. ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടിവിപ്പാനും. അപ്പം നമ്മൾ ഭക്തിയോടെ ജീവിച്ചാൽ നമുക്കെതിരെ വരുന്ന പരീക്ഷയിൽ നിന്ന് ദൈവം നമ്മെ എന്ത് ചെയ്യും? വിടുവിക്കും. ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ. അങ്ങനെ വായിച്ചാലേ വിഷയം കിട്ടുള്ളൂ. ഓരോരോ വാക്കായിട്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തെറ്റിപ്പോകും. ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടിവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. ചിന്തിച്ചു നോക്കിയ ദൈവമക്കളെ, എന്തു ഭയങ്കരമായൊരു പ്രസ്താവനയാണ് ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്നു, നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യും. ഈ കർത്തൃത്വത്തെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പറയുന്നൊരു പദം എന്താ? കർത്താവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? എന്നെ നിയന്ത്രിക്കാൻ കർത്താവിനെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എന്നെ കർത്തൃത്വം ചെയ്യുവാൻ ഞാൻ കർത്താവിനെ സമ്മതിക്കുന്നതാണ്. കർത്താവിന് രക്ഷിതമായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അത് ചെയ്തിട്ട് നമുക്ക് തോന്നിയ പോലെ നടന്നാൽ കർത്തൃത്വത്തെ നിന്ദിക്കുക. മനസ്സിലായോ പത്രോസ് പറയുന്ന കാര്യം? എത്ര വിലപ്പെട്ട സത്യങ്ങളാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതെ ആ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാരെ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. അപ്പം ന്യായവിധി ദിവസത്തിൽ എന്തു ചെയ്യുന്നു? പാപം ചെയ്തവരെ ദൈവം ദണ്ഡനത്തിനായിട്ട് കാത്തുകൊണ്ടിരിക്കുക. നീതിമാന്മാരെ കാത്ത് നിത്യരക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പോലെ പാപം ചെയ്തവരെ കാത്ത് ന്യായവിധി ദിവസത്തിലേക്ക് അവരെ എന്ത് ചെയ്യുന്നു? തള്ളിക്കളയുന്നു. പത്രോസ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ബലവും ശക്തിയുമേറിയ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതെ ആ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. മനസ്സിലായോ? അത് വലിയ മാർമികമായ സത്യങ്ങളാണ്. ബലവും ശക്തിയുമേറിയ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതെ ആ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പിക്കാൻ. അപ്പം ദൂതന്മാർ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കണ്ടുകൊണ്ടിരിക്കുക. നന്മ ചെയ്യുന്നവർക്ക് നന്മയും തിന്മ ചെയ്യുന്നവർക്ക് തിന്മയും ദൂതന്മാരെന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞ് നമുക്ക് ചെയ്തു തരും. നമ്മൾ പാപം ചെയ്ത ദൂതന്മാരും എന്ന് പറയും, ദൈവം പാപം ചെയ്തെന്ന് പറയും. നമ്മൾ നീതി ചെയ്ത ദൂതന്മാർ എന്ത് ചെയ്യും? നീതി ചെയ്തവനാണ്. ദൈവത്തിന് മുൻപാകെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ദൂതന്മാരുണ്ട്.
മനുഷ്യരൊന്നും പറഞ്ഞില്ലേലും, മനുഷ്യർ പറയാം അവൻ കൊള്ളത്തില്ല, അവൻ വെടക്കാണെന്ന് പറഞ്ഞാൽ സാരമില്ല, ദൂതൻ നിനക്ക് വേണ്ടി വാദിക്കും. പാപം ചെയ്ത ദൂതനെ, പാപം ചെയ്ത മോശയുടെ ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്തു? പിശാച് വാദിച്ചു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞു? ശാസിച്ചകറ്റി. കാരണം ദൈവത്തിൻ്റെ ദാസനാ. 1000 ആണ്ട് വാഴ്ചയിൽ ഇവനെ കൊണ്ട് പ്രവൃത്തിയുണ്ട്. അല്ല, മഹോദര കാലത്തിൽ മോശയെ കൊണ്ട് വലിയ ശുശ്രൂഷയുണ്ട്. അതിനുവേണ്ടി മോശയെ വേർതിരിക്കുമ്പോൾ പിശാച് പറയാ എനിക്ക് വേണമെന്ന്, പൊക്കോളാൻ പറഞ്ഞു, സ്ഥലം വിടാൻ പറഞ്ഞു. യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതൻ കുറ്റപ്പെടുത്തി. അപ്പോൾ ദൂതൻ എന്താ, അല്ല പിശാച് കുറ്റപ്പെടുത്തി. ദൂതൻ എന്താ പറഞ്ഞേ? അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാണ്, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. നമുക്ക് വേണ്ടി ദൂതന്മാർ വാദിക്കും. അപ്പോൾ തന്നെ പാപം ചെയ്താൽ ദൂതന്മാർ നമുക്ക് വേണ്ടി എതിരായിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് നമ്മൾ മറന്നു. പത്രോസ് പഠിപ്പിക്കുന്നതിൻ്റെ മഹത്തരമായ ചിന്തകൾ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി 12-ാം വാക്യം. സ്തോത്രം. 12-ാം വാക്യം ഒന്ന് വായിച്ചേ. ജാത്യ പിടിപെട്ട് നശിപ്പാൻ പിന്നെ ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കുന്നു. ദുഷിക്കയാൽ നീതിയുടെ കൂലി അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. മനസ്സിലായത് മക്കളെ? ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കുക. യൂദ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇതിനോട് ചേർത്തൊന്ന് വായിച്ചു പഠിക്കാം. ജൂഡ് 10-ാം വാക്യം. അവർ അറിയാത്തതിനെ ദുഷിക്കയാൽ. വരണില്ലേ? തങ്ങൾ അറിയാത്തതിനെയെല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി. അപ്പൊ ഈ അറിയാത്തതിനെ ദുഷിക്കുന്ന എന്തുകൊണ്ടാ? സ്വാഭാവികമായി അറിയുന്നതുകൊണ്ടാ. അതിൻ്റെ കാര്യം മനസ്സിലാകാതെ ദുഷിക്കരുത്. ഈ വചനത്തിൻ്റെ വെളിപ്പാടുകളെ നമ്മൾ ആരും ഇന്ന രീതിയിലാണെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം വേറൊന്നാ, നമ്മൾ പറയുന്നത് വേറെ ഒന്നുമില്ലായിരിക്കും. പ്രത്യേകിച്ച് പാസ്റ്റർമാർ പറയുന്ന മുഴുവൻ തലതിരിച്ചേ പറയുള്ളൂ. അറിയാത്തതിനെ ദുഷിക്കുന്നു. യൂദയുടെ വാക്യം ഒന്നുകൂടി വായിക്കേ. ഇവരോ, അത് അവിടെ ഇവരോ എന്ന് പറയുന്നത് നുഴഞ്ഞു വന്ന കള്ളസാർമാരെ കുറിച്ച് പറയാം കേട്ടോ. അറിയാത്തതിനെ ദുഷിക്കുകയും ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി. ഈ സ്വാഭാവികമായി ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഒരു പട്ടി നമ്മളെ ഓടിച്ചിടുന്നു എന്ന് വെച്ചോ. എത്ര വലിയ പട്ടിയാണെങ്കിലും ഓടിച്ചിടുമ്പോൾ നമ്മൾ ഓടുന്നു. എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ചെറിയൊരു അടവ് പ്രയോഗിക്കാം. പഴമക്കാരത് പറയും. അവിടെ ഇരുന്നു കൊണ്ടൊരു വലിയ കല്ലെടുക്കുന്നതായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ട് പട്ടി എന്ത് ചെയ്യും? പിന്തിരിഞ്ഞോടുമെന്നാണ് പറയുന്നത്. കാരണം അതിനെ എറിയാൻ കല്ലെടുത്തു, അല്ല അതിനെ അടിക്കാൻ കല്ലെടുത്തു. നമ്മളൊരു ആക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ നായ എന്ത് ചെയ്യും? സ്വാഭാവികമായി ഗ്രഹിക്കുക, എന്നെ ഇപ്പോൾ എറിയും, എന്നെ ഇപ്പോൾ കൊല്ലും എന്ന ചിന്ത. ആ പദപ്രയോഗമാണ് ഇവിടെയും ഉദ്ധരിച്ചിരിക്കുന്നത്. സ്തോത്രം. ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കിയാൽ അനീതിയുടെ കൂലി കൊതിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ